വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചിട്ടല്ലാതെ, പ്രവാചകചര്യയെ ദുർവ്യാഖ്യാനിച്ചിട്ടല്ലാതെ അല്ലാഹുവല്ലാത്തവരോട് തേടാൻ ഒരു രേഖയും കൊണ്ടുവരാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല തന്നെ. പ്രിയമുള്ളവരെ, എന്തിനാണ് ഇത്ര ഗൗരവമായി ഇത് പഠിപ്പിക്കുന്നത്? ആരോടെങ്കിലുമുള്ള വിദ്വേഷമാണോ? ആരോടെങ്കിലുമുള്ള വൈരാഗ്യമാണോ? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആളുകളെ കൂട്ടാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ ഇതര കക്ഷികളോട് വല്ല വൈരാഗ്യവും വല്ല വിദ്വേഷവും വെച്ച് പുലർത്തിയത് കൊണ്ടാണോ? ഒന്നുമല്ല പ്രിയമുള്ളവരെ. മരണത്തിന്റെ അപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഖബർ മുതൽ ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ട്. അനന്തമായ മരണമില്ലാത്ത, ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത ജീവിതമാണ് മനുഷ്യരെ കാത്തിരിക്കുന്നത്. പടച്ച റബ്ബല്ലാത്തവരിലേക്ക് ഇബാദത്ത് അർപ്പിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും സഹായത്തേട്ടങ്ങളും തവക്കുലുകളും എല്ലാം റബ്ബല്ലാത്തവരിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമായതുകൊണ്ടാണ്. മാത്രമല്ല, ശാശ്വതമായി അവരെല്ലാം നരകത്തിൽ പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സ്വർഗ്ഗം ഹറാം എന്ന് പറഞ്ഞ ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്താണ്? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വ മഅവാഹുൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഹറാം എന്ന് പറഞ്ഞ ഒരേ ഒരു തിന്മയാണ്. റബ്ബിൽ ആരാണോ പങ്കു ചേർക്കുന്നത്, അല്ലാഹുവിൽ ആരാണോ പങ്കു ചേർക്കുന്നത്, അവന് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ സങ്കേതം നരകമാണ്. അക്രമികൾക്ക് ഒരു സഹായിയെയും കണ്ടെത്താൻ കഴിയില്ല. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ആ ഗൗരവത്തിൽ ഇത് പഠിപ്പിക്കുന്നത്. പ്രവാചകനോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന, ആദ്യമായി സ്വർഗത്തിന്റെ വാതായനങ്ങൾ മുട്ടുന്ന അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നബിയേ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്ക് ഇതാ വഹ്യ് നൽകുകയാണ്. താങ്കൾക്ക് മുമ്പുള്ള സകല പ്രവാചകന്മാർക്കും നൽകിയ വഹ്യാണ്. നബിയേ, താങ്കളെങ്ങാനും എന്നിൽ പങ്കുചേർത്താൽ ലയഹബതന്ന അമലുക, നിസ്സംശയം അങ്ങയുടെ കർമ്മങ്ങൾ അത് പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും നബിയേ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും നബിയേ. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഏറെ ഗൗരവമായ തിന്മയാണ് ശിർക്ക് എന്നുള്ളത്. ഒരു നന്മയും നാളെ പരലോകത്ത് പടച്ച റബ്ബ് സ്വീകരിക്കില്ല. അവന്റെ ജീവിതത്തിൽ അവൻ ശിർക്ക് വെച്ചവനാണെങ്കിൽ. അതേ സുഹൃത്തുക്കളെ, അപ്പോൾ ആളുകൾ പറയുകയാണ്, അതാ ഞങ്ങളെ ശിർക്ക് ആരോപിക്കുകയാണ് എന്ന്. അല്ല, ആരെയും ശിർക്ക് ആരോപിക്കുന്ന ഏർപ്പാട് മുജാഹിദുകൾ നടത്താറില്ല. മറിച്ച് ഇന്നതാണ് ശിർക്ക് എന്ന് പഠിപ്പിച്ചു തരികയാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ശിർക്ക് എന്താ പ്രിയമുള്ളവരെ? അല്ലാഹനെ പോലെയാണ് ലാത്ത എന്ന് വിശ്വസിച്ചവരാണോ? അല്ലാഹനെ പോലെയാണ് ഉസ്സ എന്ന് വിശ്വസിച്ചവരാണോ? അല്ലാഹനെ പോലെയാണ് ഇബ്രാഹിം നബി എന്ന് വിശ്വസിച്ചവരാണോ? അല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു പ്രവാചകന്മാർക്ക് ഇബ്രാഹിം നബിക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ഇസ്മായിൽ നബിക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ലാത്തക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ഉസ്സക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന വാദമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. മക്കയിലെ മുശ്രിക്കുകളുടെ വാദം എന്താ? അല്ലാഹനെ പോലെയാണ് ഇബ്രാഹിം നബി എന്നവർ വാദിച്ചിട്ടില്ല. മറിച്ച് അല്ലാഹ് കൊടുത്ത കഴിവാണ് ഇബ്രാഹിം നബിക്കുള്ളത്. അതല്ലേ അവരുടെ തൽബിയത്ത്. അവർ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി, അതേ അവർ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവർ തൽബിയത്ത് ചൊല്ലുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക്. പടച്ച റബ്ബേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ. ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിർത്തണം നിങ്ങൾ, ഇതിന്റെ അപ്പുറം നിങ്ങൾ പറയണ്ട, ഇതിന്റെ അപ്പുറം നിങ്ങൾ പറയണ്ട. ഇതുവരെ പറഞ്ഞത് തൗഹീദാണ്. പക്ഷേ അതിന്റെ അപ്പുറം അവർ പറയുകയാണ്, അതേ ഹുവലക, ആ പങ്കാളി നിനക്കുള്ളതാണ്. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കാളിയല്ലാതെ ഹുവലക, പങ്കാളി നിനക്കുള്ളതാണ്.
തംലിക്കുഹു, ആ പങ്കാളിയെ പടച്ച റബ്ബേ നീയാണ് ഉടമപ്പെടുത്തുന്നത്. വമാ മലക, ആ പങ്കാളിക്ക് എന്ത് കഴിവുണ്ടോ ആ കഴിവും പടച്ച റബ്ബേ നീ നൽകിയിട്ടുള്ള കഴിവാണ്. അല്ല കൊടുത്ത കഴിവാണ് ഇബ്രാഹിം നബിക്ക്, അല്ല കൊടുത്ത കഴിവാ ഇസ്മായിൽ നബിക്ക്, അല്ല കൊടുത്ത കഴിവാ ലാത്തക്ക്, അല്ല കൊടുത്ത കഴിവാണ് ഉസ്സക്ക് എന്ന വിശ്വാസമായിരുന്നു അബൂജഹലിനുണ്ടായിരുന്നത്. ആ വിശ്വാസമാണ് ഉത്ബത്തിനുണ്ടായത്, ആ വിശ്വാസമാണ് ശൈബത്തിനുണ്ടായത്. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് പ്രിയമുള്ളവരെ, മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണത്. അല്ല കൊടുത്ത കഴിവ്, അല്ല കൊടുത്ത കഴിവിൽ നിന്നാ ചോദിക്കുന്നത്. ഈ നോക്കൂ നിങ്ങൾ, ഇവിടെ വന്ന മുസ്ലിയാരും പറഞ്ഞത് എന്താ? ഇവിടെ വന്ന മുസ്ലിയാരും അത് തന്നെയാണ് പറഞ്ഞത്. അല്ല കൊടുത്ത കഴിവിൽ നിന്നാ ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ്. സഹോദരങ്ങളെ, അത് തന്നെയാണ് ശിർക്ക്. ആ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കൂ. ഇവിടെ സംസാരിച്ച മുസ്ലിയാരും സംസാരിച്ചതാ അല്ല കൊടുത്ത കഴിവിൽ നിന്നാ ചോദിക്കുന്നത് എന്നാണ്.